പക്ഷേ ഈ നമ്മുടെ CJPയുടെ സമരത്തിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ വിജയത്തിന് ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിവിധ തരത്തിലുള്ള പല സമരങ്ങളും അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റുകളും ഒക്കെ തന്നെ ഗ്രൂപ്പുകളൊക്കെ തന്നെ ശക്തി പ്രാപിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരെണ്ണമാണ് നമുക്കറിയാവുന്നത് മറ്റേ എത്തനോൾ പെട്രോളിൻ്റെയൊക്കെ ഈ ജനതാ പാർട്ടി പോലെയുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അധികം പേര് ശ്രദ്ധിച്ചിട്ടില്ലാത്ത എന്നാൽ വലിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഒരു സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ചില കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജുകൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരൊറ്റ ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് അത് 6 മില്യൺ, അതായത് 60 ലക്ഷം 50 ലക്ഷത്തിലേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് വീണ്ടും അതിൽ കൂടുതലായിട്ടുണ്ടാവും. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നോക്കിയത്. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു സംഘപരിവാറാണ്. കാരണം ഇവിടെ സംവരണം വേണ്ട എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് എത്തുകയും പണ്ട് നെഹ്റു അടക്കമുള്ള ആളുകൾ ഈ മെറിറ്റോക്രസിയെ പിന്തുണക്കുകയും സംവരണത്തിനെതിരായിരുന്നു എന്ന് പറയുന്ന നിരവധി കാര്യങ്ങളൊക്കെ അവർ അതുവഴി പ്രചരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ പക്ഷേ അതൊരു രാഷ്ട്രീയമായ വളരെ തെറ്റായിട്ടുള്ളൊരു മൂവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വിനാശകാലം ഒരു വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെ തോന്നിയിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മാഷ അറിയാം, ഇപ്പം മണ്ഡൽ പ്രക്ഷോഭം അറിയാം, ആ സമയത്ത് അവർക്കൊരു വിജയമുണ്ടായെങ്കിൽ പോലും ഇപ്പം അതിനുശേഷം ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലൊക്കെ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് ഇവർക്ക് 4-3 ഭൂരിപക്ഷം കിട്ടിയാൽ 3-2 ഭൂരിപക്ഷം കിട്ടിയാൽ ഇവർ സംവരണം തന്നെ എടുത്തു മാറ്റുമെന്ന് പറയുന്ന വലിയ പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മൾ സാധാരണ ഒരു മറ്റേതൊരു കമ്മ്യൂണിറ്റിയെയും പോലെ തന്നെ ഈ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികളുടെ ഇടയ്ക്കൊക്കെയുള്ള വിവിധ സോഷ്യൽ ഗ്രൂപ്പുകളൊക്കെ സജീവമാണ്. അവർ വലിയ തോതിൽ പ്രചരണവും നടത്തുന്നുണ്ട്. ഇത് മാഷ് എങ്ങനെയാണ് ഇന്ന് നോക്കിക്കാണുന്നത്? കാരണം ഇതിപ്പോൾ BJPക്ക് ഒരു തിരിച്ചടിയാകും എന്ന് പറയുന്ന ആളുകളുണ്ട്. അതല്ല, BJP വളരെ ഗംഭീരമായി പഠിച്ചതിന് ശേഷം CJP പോലെയുള്ള പല പ്രസ്ഥാനങ്ങളെയും തകർക്കാൻ വേണ്ടിയിട്ട് ഇതൊരു വലിയ പ്രശ്നമായി കൊണ്ടുവരികയാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള സാധാരണ കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് തൊഴിലില്ലായ്മ കൂടി വരികയാണ്, പരീക്ഷകളിൽ അവർ സീറ്റുകൾ കുറവാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഈ സംവരണം നിങ്ങൾക്ക് വലിയ വിലങ്ങുതടിയാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു മെജോറിറ്റിയെ കൂടെ നിർത്താൻ കഴിയും എന്നുള്ളതാണ് അവരതിനെ കാണുന്നത്. അല്ലേ, അതിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പാറ്റ സമരം വിജയിച്ചപ്പോൾ BJP ഒരു കാര്യം മനസ്സിലാക്കി, ഇന്ത്യയിലെ വിദ്യാർത്ഥികളും യുവാക്കളും ഒരുമിച്ച് നിന്നാൽ അത് BJP സർക്കാരിനെതിരെ ഏത് ശക്തമായിട്ടുള്ള പ്രക്ഷോഭവും മുന്നോട്ട് കൊണ്ടുവരാൻ കഴിവുള്ളൊരു സംഘമാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അതിനെ തകർക്കുക എന്നുള്ളതാണ്. അതിനെ തകർക്കാനായിട്ട് ചെയ്യാവുന്നതെന്നാണ് അവരിലെ ഡിവിഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളത് ബ്രിട്ടീഷ് പോളിസിയാണ്. അത് കൃത്യമായ രീതിയിൽ പ്രാവർത്തികമാക്കാനായിട്ടാണ് ഇപ്പോൾ ഈ സംവരണ വിരുദ്ധ മുന്നണി എന്ന നിലക്ക് ഒരു ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്തു വരുന്നു. ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് പേരായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അത് ഈ യുവാക്കളുടെ ഇടയിൽ, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ, ജോലി തേടുന്നവരുടെ ഇടയിൽ ഉള്ള ആ ഒരു അതൃപ്തിയുണ്ട്. ആരുടെ? മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുടെ അല്ലെങ്കിൽ ഉപരിവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഏറ്റവും വലിയ പ്രതിഷേധം എന്ന് പറയുന്നത് സംവരണത്തിനെതിരാണ്. അപ്പോൾ ഈ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും യുവാക്കളുടെയും ഇടയിൽ സ്പ്ലിറ്റ് ആകും. കാരണം സംവരണത്തെ അനുകൂലിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ടാവും, അതിനെ എതിർക്കുന്ന ഒരു ഗ്രൂപ്പുണ്ടാവും. അപ്പോൾ ഇവർക്ക് ഒരുമിച്ചൊരിക്കലും പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റക്കെട്ടായി നിന്നിട്ട് സർക്കാരിനെതിരെ സമരം കൊണ്ടുവരാനായിട്ട് കഴിയില്ല. അതിനവർ ഉപയോഗിക്കുന്നത് അതേ പ്ലാറ്റ്ഫോമാണ്. CJP എടുത്ത അതേ പ്ലാറ്റ്ഫോം തന്നെ അവരതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത് എങ്ങനെയാണോ വലിയൊരു ശക്തിയായി മാറിയത്, ആ ശക്തിയെ പൊളിക്കാൻ അതിനകത്ത് തന്നെ മറ്റൊരു ഗ്രൂപ്പിനെ നിർമ്മിക്കുക എന്ന് പറയുന്ന വലിയ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് BJP അതിനകത്ത് പ്രയോഗിക്കുന്നത്. അതാണ് ഒരു വശം. പക്ഷേ അതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJP അധികാരത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? മുന്നോക്ക ജനവിഭാഗത്തിൻ്റെ വോട്ട് കൊണ്ട് മാത്രമല്ല, പിന്നോക്കക്കാരുടെ വോട്ട് കൊണ്ട് കൂടിയാണ്. നരേന്ദ്രമോദിയെ തന്നെ അവർ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ്. ചായവാല എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇയാൾ OBC ആണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ OBCനെ മുന്നിൽ നിർത്തി അധികാരം നേടിയ BJP തന്നെ പുതുതായിട്ട് രൂപപ്പെട്ടു വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ പിളർത്തി അതിൽ ഉയർന്നു വരുന്നതായിട്ടുള്ള ആ ഊർജത്തെ രണ്ടായിട്ട് പിളർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇതേ തന്ത്രം ഉപയോഗിക്കുമ്പോൾ അവർക്ക് 2 പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഒന്ന്, ശരിയാണ്, ഈ യുവാക്കളുടെ ഡിവിഷൻ അവർക്ക് വേണമെങ്കിൽ ഉറപ്പുവരുത്താനായിട്ട് പറ്റും. പക്ഷേ
മറ്റൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ പിന്നോക്ക ദളിത് വിഭാഗത്തിൻ്റെ വോട്ടുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് ഒരു ലോങ് റണ്ണിൽ അത് നല്ല സ്ട്രാറ്റജിയാണ് എന്ന് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്കതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ എന്തിനാണ് സംവരണം? സംവരണം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ ഫലമായിട്ട് കഷ്ടപ്പാടും ദുരിതം അനുഭവിക്കുന്നതായിട്ടുള്ള ഒരുപാട് മനുഷ്യർ താഴെ കിടക്കുന്നുണ്ട്. അവരെ പൊതു സാമൂഹ്യ ധാരയുടെ ഭാഗമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി അവതരിപ്പിച്ച ഒന്നാണ് ഭരണഘടനാ നിർമ്മാക്കൾ നടത്തിയ സംവരണ സംവിധാനം എന്ന് പറയും. ഇപ്പോൾ ദളിതർ, അംബേദ്കറൊക്കെ എത്രയോ ശക്തമായിട്ടാണ് അതിനുവേണ്ടി വാദിച്ചിരുന്നത്. ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമരം വിജയിച്ച സമയത്ത് നമ്മൾ അഭിജിത്ത് ദീപികയുടെ ആ കയ്യിൽ ഇരുന്നൊരു പടം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, അംബേദ്കറുടെ പടം. അപ്പോൾ ഭാവിയിൽ ആര് തമ്മിലാണ് യുദ്ധം വരാൻ പോകുന്നത്, ആര് തമ്മിലാണ് മൽപിടുത്തം ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വന്ന ഒരു വാദം ഇതാണ്: അംബേദ്കറും സവർക്കറും തമ്മിലായിരിക്കും വരുന്ന കാലഘട്ടത്തിൽ ആശയയുദ്ധം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു തുടക്കം യഥാർത്ഥത്തിൽ ഈ സാധനത്തിനകത്തുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഈ സംവരണ ഗ്രൂപ്പിനെ സംഘപരിവാർ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അത് സവർക്കറുടെ ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംഘമാക്കി അതിനെ മാറ്റിയെടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ദളിതരും പിന്നോക്കക്കാരുമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഉയർത്തിപ്പിടിക്കാൻ പോകുന്നത് അംബേദ്കറെ ആയിരിക്കും. അപ്പം അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കീഴ്ത്തട്ടിൻ്റെ രാഷ്ട്രീയമാണ് ശരിക്കും അതിനകത്ത്. ആ കീഴ്ത്തട്ടിൻ്റെ രാഷ്ട്രീയത്തെ അമർത്താനും ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ ശ്രമിക്കുന്നത്. മണ്ഡൽ വിരുദ്ധ സമരം അക്കാലത്ത് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. അതിന് വലിയ വലിയ കോളുകളൊക്കെ സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ പിന്നാക്കക്കാർക്കും ദളിതർക്കുമൊക്കെ വലിയ പോരാട്ടം നടത്താനായിട്ടുള്ള ശേഷിയുണ്ട് എന്ന് പലയിടങ്ങളിലും തെളിയിക്കപ്പെട്ടാണ്. ബീഹാറൊക്കെ എനിക്ക് തോന്നുന്നു കത്തിജ്വലിക്കാൻ സാധ്യതയുണ്ട് ഈ വിഷയം ഉയർന്നു വരുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മൊത്തം അത് ബി ജെ പി ഗുണകരമാണോ ഇല്ലെന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എനിക്ക്. ഒരു വശത്തൊരു ഗുണമുണ്ട്, മറുവശത്ത് അതിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവും. എനിക്ക് തോന്നിയിട്ടുള്ളത് മാഷ് അറിയേണ്ടത് ഈ അഭിപ്രായത്തിൽ ഈ വിഷയത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബി ജെ പി വലിയൊരു ഡിലമയിലാണ്, വലിയൊരു പരിഭ്രാന്തിയിലാണ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. കാരണം നേരത്തെ ബി ജെ പി എല്ലാ കാലവും ശ്രമിച്ചുകൊണ്ടിരുന്നത് ഒരു അപര വിദ്വേഷം പ്രവർത്തിക്കൊണ്ട് ഇപ്പോൾ മുസ്ലിം സമുദായം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവർ എന്ത് ചെയ്യുന്നു, നമ്മുടെ എല്ലാ കാര്യങ്ങളും അപഹരിച്ചു കൊണ്ടുപോകുന്നു, കൂടുതൽ മക്കളുള്ളവർ അത് കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സാണ് അവർക്ക് ഉണ്ടായിരുന്നതെങ്കിൽ, അതുവഴി യഥാർത്ഥത്തിൽ ഹിന്ദു യൂണിറ്റിയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ ആ കാര്യത്തിൽ നിന്ന് ഇനി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് പറയുന്ന വലിയൊരു സംശയം അവർക്കുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ജമ്മു കാശ്മീരിലെ മുതൽ നിരവധി ക്ഷേത്രങ്ങളിൽ, ഇപ്പോൾ അയോധ്യയിലടക്കം 1500 കോടി രൂപയുടെ അഴിമതി നടത്തിയിരിക്കുന്നു. അത് ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, ഞങ്ങൾ കൈയോടെ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ അവർക്ക് ബേസിക്കലി ഉണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാഷ് പറഞ്ഞതുപോലെ ഇപ്പോൾ അഭിജിത്ത് ദീപ്കയെ പോലെയുള്ള ആളുകൾ വന്നിട്ട് അംബേദ്കറെ പടം ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു വലിയ സമരത്തിലേക്ക് വരുന്നു. അപ്പോൾ ആ സമരത്തിൻ്റെ പ്രത്യേകത എന്താ? വളരെ മെറിറ്റോറിയസ് ആയിട്ടുള്ള നിരവധി കുട്ടികൾ, 23 കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയും കൊല്ലപ്പെടുകയും 93 കുട്ടികൾ മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള അത്തരത്തിലൊരു മിഡിൽ ക്ലാസിൻ്റെ മൊത്തത്തിലുള്ള ഒരു പിന്തുണ അവർക്ക് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ അലോസരമാണ് അവർക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഭാഷ പറഞ്ഞ പോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദു യൂണിറ്റി വീണ്ടും കൊണ്ടുപോകണോ, അതോ ഈ സമരത്തിനിടക്ക് സ്പ്ലിറ്റ് ഉണ്ടാക്കിക്കൊണ്ട്, അതായത് ഈ അംബേദ്കറായിട്ടുള്ള ആളുകൾ ഇവർ മാത്രമല്ല, ഈ അംബേദ്കറിനും ഇതുപോലെയുള്ള സമുദായങ്ങളും നിങ്ങളുടെ മെറിറ്റ് അനുസരിച്ചുള്ള സീറ്റുകൾ കൂടി തട്ടിയെടുക്കുകയാണെന്നും അവർക്ക് 5000 റാങ്കിനകത്ത് വന്നാൽ നിങ്ങൾക്ക് 5000 റാങ്കിനകത്ത് വന്നാൽ കിട്ടുന്ന അവർക്ക് 20000 റാങ്കിനകത്ത് വന്നാൽ പോലും സീറ്റ് കിട്ടുമെന്നുമൊക്കെയുള്ള ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിൻ്റെ പുറകിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. പക്ഷെ അതിന് ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കാൻ ബി ജെ പിക്ക് ഇപ്പോഴും പറ്റാത്തത്, സംഘപരിവാറിനൊക്കെ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൽ ഏത് ആണ് വർക്കൗട്ട് ആവുക, ഏത് വർക്കൗട്ട് ആവില്ല, ഏതാണ് ഞങ്ങൾക്ക് മെച്ചമുണ്ടാക്കുക എന്നുള്ളതിലൊക്കെ അവർക്ക് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റിയിട്ടില്ലെന്നാണ്. പക്ഷേ എൻ്റെ തോന്നൽ നേരെ തിരിച്ചാണ്. കാരണം ഇത് ബി ജെ പിയെ സംബന്ധിച്ചോളം അങ്ങേറ്റം തിരിച്ചടിയാകാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട വിഷയമായിരിക്കും. കാരണം ഇപ്പം നമ്മുടെ സി ജെ പിയുടെ സമരം തന്നെ എടുത്തു നോക്കിയാൽ ഈ സി ജെ പിയുടെ സമരത്തിൽ അവർ പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളാണ്, അവർ വിദേശത്തു നിന്ന് പണം കിട്ടിയിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾക്കൊന്നും അവർ മറുപടി പറഞ്ഞില്ലെന്ന് മാത്രമല്ല
അവർ വളരെ ഫാക്ച്വലായിട്ട് മറുപടി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കൻ ഫണ്ടിങ് ഇവർക്കുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി വന്ന് പ്രസംഗിക്കുന്ന വീഡിയോ ഉണ്ട്, മനോഹരമായ വീഡിയോ. ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, അതായത് അമേരിക്കയുടെ പ്രസിഡന്റ് എന്ത് പറഞ്ഞാലും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി ഉള്ളപ്പോൾ ഞങ്ങളെ എന്തിന് ഫണ്ട് ചെയ്തിട്ട് ഇവിടുത്തെ എന്ത് ചെയ്യണം, ഈ ഭരണകൂടത്തിനെതിരെ അവർ സമരം ചെയ്യണം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇവരിപ്പോൾ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഈ പണിക്കിറങ്ങുന്നതെങ്കിൽ ഈ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആദ്യം കുറച്ച് പേരൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാമെങ്കിൽ പോലും ഞാൻ പറയുന്നത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഒരു അപ്പർ ക്ലാസ് എന്നൊക്കെ നമ്മൾ വിളിക്കാവുന്ന ആളുകളുടെ ഇടയിലോട്ട് പോലും യഥാർത്ഥ വസ്തുതകൾ എത്തുമ്പോൾ ഒരുപക്ഷെ സാധാരണക്കാരായ ചെറുപ്പക്കാരും കൂടി ഈ ദളിത് പിന്നോക്ക അവരുടെ ഒപ്പം നിൽക്കാനാണ് സാധ്യത. കാരണം അവർക്ക് സീറ്റ് കിട്ടുമില്ല എന്നുള്ളതല്ല. പക്ഷേ ഇപ്പം 93 അണ്ടർ സെക്രട്ടറിമാർ കേന്ദ്ര ഗവൺമെൻറ്റിലുള്ളതിൽ 3 പേർ മാത്രമാണ് OBC എന്നും, അതുപോലെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വലിയ തോതിൽ ഇവർക്ക് ഒരു കാലത്തും നീതി കിട്ടിയിട്ടില്ലെന്നും ഒക്കെ അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും നീതിയുടെയും ന്യായത്തിൻ്റെയും ഒപ്പം നിൽക്കാൻ താല്പര്യമുള്ള ഏത് മതവിഭാഗത്തിലും ഏത് കാസ്റ്റിലും ഏത് അപ്പർ കാസ്റ്റ് എന്ന് നമ്മൾ വിളിക്കാവുന്ന കാസ്റ്റിലൊക്കെ പെട്ടിട്ടുള്ള ആളുകൾ പോലും ഇത് BJPക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കും എതിരായി തീരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു ഭയമുള്ളത് കൊണ്ടാണ് മാഷ് പറഞ്ഞ പോലെ ഇപ്പോഴും അവർ പുറത്തേക്ക് വരാതെ ഇത് മറ്റേതെങ്കിലും, ഇവർക്ക് ഒരുപാട് ഗ്രൂപ്പുകളുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകളെ കൊണ്ട് ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അല്ല, അത് ശരിയായിരിക്കാം. പക്ഷേ ഈ സ്ട്രാറ്റജികൾ എപ്പോഴും വിജയിക്കണമെന്നില്ല. പുതിയ കാലം എന്ന് പറയുന്നത് കുട്ടികൾ സുതാര്യത ഇഷ്ടപ്പെടുന്നവരാണ്. നേരെ പോ എന്ന് പറഞ്ഞ കാര്യം പറയാൻ അവരെന്ത് ചെയ്യുന്നത് രാഷ്ട്രീയ നേതാക്കളോട് പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ അമേരിക്കൻ ഫണ്ട് വാങ്ങിച്ച് സമരം നടത്തിയാണെന്നും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ പ്രചോദനത്തിലാണ് സമരം നടത്തുന്നതും ഒന്നൊക്കെ പറഞ്ഞ സമയത്ത് അവരതിന് മറുപടി പോലും കൊടുത്തില്ല. കാരണം അത് മറുപടി അർഹിക്കുന്നതല്ല എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുന്ന ഒരു സമൂഹമാണ് ജൻസികളുടെ. അപ്പോൾ ജൻസികൾ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾക്കൊപ്പം നിൽക്കുക. എല്ലാത്തിനും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അല്ലേ? പല BJP മന്ത്രിമാരുടെയും MP-മാരുടെയും ഒക്കെ മക്കൾ ഈ സമരത്തെ അനുകൂലിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കോസാണ്. അതല്ലാണ്ട് BJP ഭരിക്കുന്നോ കോൺഗ്രസ് ഭരിക്കുന്നോ അവർക്ക് പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അവകാശം നിങ്ങൾ നിഷേധിക്കുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ല എന്നാണ് കൃത്യമായിട്ട് അവർ പറയുന്നത്. അപ്പം ആ ഒരു സമൂഹത്തെ എങ്ങനെ നേരിടാൻ പറ്റും? പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഈ ഡിവൈഡ് ആൻഡ് റൂളൊക്കെ നടക്കുമെന്ന് വെച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി അല്ല, തീർച്ചയായിട്ടും മാഷ് പറഞ്ഞ പോലെ നമുക്ക് അവസാനിപ്പിക്കാം. കാരണം യഥാർത്ഥത്തിൽ ഈ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ പ്രയോഗിച്ച് BJP എവിടെ എത്തി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആസാമിലെ മന്ത്രിയുടെ മകനടക്കം BJPയുടെ MP-യുടെ മകനടക്കം ഏറ്റവും ഒടുവിൽ ഒരു റൈറ്റ് വിങ് ഇക്കോസിസ്റ്റത്തിൻ്റെയൊക്കെ ഭാഗമായി നിൽക്കുന്നു എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന മോഹൻലാലിനെയും കൃഷ്ണകുമാറിനെയും മക്കളടക്കം പോലും ഇതിനെ തള്ളിപ്പറയുകയും ഇങ്ങനെയല്ല ഒരു സമരത്തോട് ഈ കേന്ദ്ര ഗവൺമെൻറ് പെരുമാറേണ്ടത് എന്ന് പറയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഇരട്ട തിരിച്ചടിയായി BJPക്ക് മാറും. ഒന്ന്, ഇതിൽ നിന്ന് ഇങ്ങനൊരു ഡിവൈഡ് ചെയ്യാനുള്ള പരിപാടി വിജയിക്കണം എന്നില്ല. കാരണം കൃത്യമായ ഡാറ്റാസിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ചോദ്യം ചെയ്യുമ്പോൾ ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതുകൊണ്ട് എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇത്രയും കാലം ഇതൊരു നമ്മൾ ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടി പണിയെടുക്കുകയാണെന്ന് പറയുന്ന ആ പരിപാടിയും ഇതിൻ്റെ ഇടയ്ക്ക് പൊളിയും. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡാറ്റാസ് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതിലുള്ള ഒരു അപ്പർ കാസ്റ്റുകളെന്ന് വിളിക്കാവുന്ന ആളുകൾ ഞങ്ങളെ ചൂഷണം ചെയ്യുകയായിരുന്നു, ഞങ്ങൾക്ക് അർഹതപ്പെട്ടതൊന്നും കിട്ടിയില്ല എന്നുകൂടി ആളുകൾ മനസ്സിലാക്കുന്നൊരു കാലം വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.